നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം നോക്കൂ, എന്തൊരു മനോഹരമായ സ്ഥലമാണ്. ഇത് കേൾക്കുമ്പോൾ 2 വരി വരുന്നില്ല അനന്തു. എന്താ ആ വരി ഒന്ന് പഠിക്കേ. പിന്നിൽ വന്നു കണ്ണു പൊത്താം, കണ്ടുവെന്നു കള്ളം ചൊല്ലാം, കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം, ഓണവില്ലു കൈകളിലേന്തി ഊഞ്ഞാലാടാം. ഓ, നമ്മളിവിടെ വന്നറിയാതെ പാട്ട് പാടിപ്പോവും, കവിത വന്നു പോകും. നോക്കൂ, ഇത്രയും മനോഹരമായ ഒരു സ്ഥലം. ഇത് കണ്ടോ, ഇത് കക്കയാണ്. ഇവർ മുങ്ങിത്തപ്പി എടുത്ത് തന്ന കക്കയാണ്, ചെറിയ കക്ക. ഇത് വെള്ളത്തിനടി കിടക്കുന്ന കക്ക. ഈ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന സ്ഥലം കേരളത്തിലെ ഏറ്റവും ആഴമുള്ള കായലിലെ നടുമധ്യത്തിൽ. ചില ചോദിച്ചു നടുമധ്യം എന്നാണോ പറഞ്ഞത്? അല്ല, മധ്യത്തിൽ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം സെൻട്രലാണ് നമ്മൾ നിൽക്കുന്നത്. ധാരാളം ആളുകൾ ഈ സാമ്പ്രാണിക്കൊടിയിലേക്ക് എത്തുന്നുണ്ട്. മനോഹരമായ സ്ഥലമാണ്. ഇവിടെ വിൽക്കുന്ന സാധനങ്ങൾ കൂടി കാണിച്ചില്ല, എന്നാലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. മുട്ടോളം വെള്ളം ഉണ്ടാവും. ഇങ്ങനെ കൂളായിട്ട് നടന്നു പോകാം, ഒരു പേടിയും വേണ്ട. 1 വയസ്സൊക്കെ ഉള്ള കുട്ടിക്ക്, 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടിക്കൊക്കെ വെള്ളത്തിലിറങ്ങി കളിക്കാൻ പറ്റുന്ന സുന്ദരമായ സ്ഥലമാണ്. പക്ഷേ ഇവിടെ ചുറ്റും കണ്ടൽ ചെടികളാണ്. 5 ഇനം കണ്ടൽ ചെടികളെ നേരത്തെ നമ്മുടെ സുഹൃത്ത് പരിചയപ്പെടുത്തി, ബോട്ട് ക്ലബിന്റെ സെക്രട്ടറി പരിചയപ്പെടുത്തി. എങ്ങനെയുണ്ട് സ്ഥലം? കൊള്ളാമോ? സൂപ്പർ സ്ഥലമല്ലേ? അടിപൊളി സ്ഥലം. അപ്പോൾ നോക്കൂ, ഇവിടെ കാണാൻ വന്നിരിക്കുന്ന ആൾക്കാർ. മോളെ എങ്ങനെയുണ്ട്? ഹായ് ഹായ് ഹായ്. ഒരാളേതാ? പേടിയുണ്ടോ? ഇല്ലല്ലോ, പേടിയില്ല. വളരെ കൂളായിട്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. ഇവിടെ സാധനങ്ങൾ വെച്ചേക്കുന്നത് നോക്കൂ, നല്ല ഉപ്പിലിട്ടത് രാവിലെ വെക്കും അല്ലേ? പോവാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ മനോഹരമായി ഈ സ്ഥലം കാണിച്ചതിനും സംരക്ഷിക്കുന്നതിനും ഒക്കെ നിങ്ങളെപ്പോലുള്ള നേതാക്കൾ മുന്നോട്ട് വരണം. താങ്ക് യു. അപ്പോൾ ഐ ലവ് സാമ്പ്രാണിക്കുടി. നമ്മൾ ശരിക്കും വി ലവ് റിയലി സാമ്പ്രാണിക്കുടി. ഇവിടെ രാവിലെ 10 മണി മുതലാണ് കച്ചവടം തോന്നുന്നു അല്ലേ? 10 മണിക്കായിരിക്കും വരുന്നത്. നമുക്ക് ചേച്ചിമാരുണ്ട്, അങ്ങോട്ട് വരാം. ചേച്ചിക്കൊരു വിഷമം, ഇങ്ങോട്ട് വരത്തില്ലേ എന്നൊരു വിഷമം. അങ്ങോട്ട് വരാം. നോക്കൂ, എന്തൊക്കെ ഐറ്റമാണ് സാമ്പ്രാണിക്കൊടിയിൽ. ഒരു പക്ഷേ ലോകത്ത് ഇങ്ങനൊരു സ്ഥലം ഇവിടെ മാത്രമേ കാണത്തുള്ളായിരിക്കും അല്ലേ? ഇങ്ങനൊരു സ്ഥലം ഇവിടെ മാത്രമേ കാണത്തുള്ളായിരിക്കും. സംഭാരമുണ്ട്, നല്ല പച്ചമാങ്ങ ഉപ്പിലിട്ടതുണ്ട്, മുളവിട്ട മാങ്ങയുണ്ട്, നെല്ലിക്കയുണ്ട്. ഇതാ കായലിൻ്റെ നടുക്ക് ഉപ്പിലിട്ട ഒരു കട. ആ കടയിൽ പൈനാപ്പിൾ ഉണ്ട്. മോൻ്റെ പേരെന്താ? ജോയൽ. എത്ര മണിക്ക് വരും രാവിലെ അമ്മ? 10 മണിക്ക് വരും. എത്ര മണി വരെ ഇവിടെ ഉണ്ടാവും? 5:30 വരെ ഉണ്ടോ? നല്ല വെയിലല്ലേ? ഈ വെയിൽ കൊണ്ട് ഇവിടെ ഇരിക്കും. എത്ര രൂപ കിട്ടും ഒരു ദിവസം ശരാശരി? അതൊന്നും പറയാൻ പറ്റില്ല. കച്ചവടം നടക്കുന്നെങ്കിലേ കാര്യമുള്ളൂ. പക്ഷെ ഇവിടെ വന്ന് കായലിലിരുന്ന് ഇതെല്ലാം നല്ല വെള്ളത്തിലുണ്ടാക്കിയത് തന്നെയല്ലേ? എല്ലാം നല്ല വെള്ളത്തിലുണ്ടാക്കിയതാ. പൈപ്പുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഓരോ അംശം പോലും അവർ തിരിച്ചു കൊണ്ടുപോകും. ഞങ്ങൾ കൊണ്ടുപോകും. അതായത് ഒരു പ്ലാസ്റ്റിക്കിന്റെ തുരുമ്പ്, ഒരു കഷ്ണം പോലും ഈ ഭാഗത്തുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതവർ നന്നായി തന്നെ പാലിക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതി സൗഹൃദമായിട്ടുള്ളൊരു ടൂറിസമാണ് യഥാർത്ഥത്തിൽ നമ്മൾ റെസ്പോൺസിബിൾ ടൂറിസം എന്നൊക്കെ പറയും. അപ്പോൾ ചേച്ചി, എനിക്കെന്താ ചേച്ചി തരുന്നത്? ഇതിനകത്ത് ഏറ്റവും നല്ലത്, ഏറ്റവും രുചിയുള്ളത് എന്താ? എനിക്കൊരു സ്പൂൺ തരണം. ആദ്യം പൈനാപ്പിള്, അതിനുശേഷം മാങ്ങ, അതിനുശേഷം ഇതെന്താ സാധനം? ബീട്രൂട്ട്, പിന്നെ സംഭാരം. എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കും താമസം. അപ്പോൾ അടിപൊളിയാ. ഒരു പീസ് മതി, ഒരുപാട് വേണ്ട. അപ്പോൾ നമ്മൾ ഈ ഒരു പീസുമായിട്ട് അടുത്ത കടയിലോട്ട് പോകാം. ചേച്ചിയുടെ പേരെന്താ? ജൂലി. അപ്പോൾ കൂടുതൽ ആളുകൾ വന്നാൽ കൂടുതൽ സാധ്യതയുണ്ട്. ഇപ്പൊ എത്ര കടയുണ്ട് ഇവിടെ? ഇങ്ങനെ 6 പേരുണ്ട്. കായലിലേക്ക് 6 പേര് ഇങ്ങനെ ഇട്ടിട്ടുണ്ടോ? ഇപ്പൊ 2 എണ്ണം ഉണ്ടല്ലോ. ബാക്കി എവിടെയാ ഉള്ളത്? ഓരോരുത്തരായിട്ട് രാവിലെ വരും അല്ലേ? അപ്പൊ ഇതിന്റെ പൈസ ഇപ്പൊ തരാം കേട്ടോ. അതിനു മുമ്പ് ഞാൻ അപ്പുറത്തെ ചോദിച്ചു, നിങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണോ? അപ്പുറത്ത് അയൽക്കാരാ. അപ്പൊ ആൾക്കാർ ഇങ്ങോട്ട് വിളിക്കുമോ അങ്ങോട്ട് കൊടുക്കുമോ? ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും, മേടിക്കുകയും ചെയ്യും. മൊത്തത്തിൽ രാഷ്ട്രീയം എങ്ങനെയാ? അങ്ങോട്ട് കൊടുക്കും. ഇപ്പൊ രാഷ്ട്രീയത്തിന് പോവാൻ വൈകി, വള്ളം കയറി പോവാനൊക്കെ മടിയുണ്ട്. പക്ഷെ വോട്ടിടാൻ പോണം കേട്ടോ. 26-ാം തീയതി വോട്ടിടാൻ പോകുമല്ലോ. ആരായിരിക്കും ഇത്തവണ സാധ്യത? എനിക്കൊന്ന് പറഞ്ഞുകൂടാ. വളരെ തന്ത്രപരമായ മറുപടിയാണ് കേട്ടോ. അപ്പോൾ കായലിന്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഭൂമിയിലെ സ്വർഗം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇങ്ങനൊരു സ്ഥലം യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. കായലിന് നടുക്ക് അല്ലേ? നവമിക്ക് ഇത് കാണുമ്പോൾ ഒരു പാട്ട് പാടാൻ തോന്നില്ലേ? നവമിയുടെ പാട്ടിലായിരിക്കും നമ്മൾ ഇന്നത്തെ ഷോ അവസാനിപ്പിക്കുന്നത്. നമസ്കാരം ചേച്ചി, എന്താ പേര്? ഈ മാങ്ങയൊക്കെ എവിടെ നിന്ന് പറിച്ചുകൊണ്ട് വരുന്നതാ? കൊല്ലക്കടയിൽ നിന്ന് വാങ്ങുന്നതാ അല്ലേ? എന്തൊക്കെ ചേച്ചിയുടെ ഇവിടെ ഐറ്റം ഉണ്ട്? ഗോലി സോഡയുണ്ട്. ഒരു ഗോലി സോഡ കുടിച്ചാലോ? ഗോലി സോഡ വെറുതെ ഗോലി സോഡ കൊടുക്കുമോ അതോ നാരങ്ങയായിട്ട് കൊടുക്കുമോ? ഫൈബറുള്ള കുപ്പിക്കകത്ത് വരുന്നത് അല്ലേ? ഫ്ലേവറുള്ള നാരങ്ങ സോഡയുണ്ട്. പിന്നെ നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്ന സോഡയുണ്ട്. എവിടെയാണ് താമസിക്കുന്നത് ചേച്ചി? തുരുത്തില്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ഈ കച്ചവടം കൊണ്ട്. പക്ഷെ നല്ല വെയില. പക്ഷെ ചേച്ചിക്ക് കുടയുണ്ട്. ആ ചേച്ചിക്ക് കുടയില്ല. ചേച്ചി മേടിച്ച കുടയെ കമ്പി കയറുന്നില്ല, അതുകൊണ്ടാണ്. ആണോ? അതാ നമ്മളപ്പോ നല്ല ഒരു ഗോലി സോഡ പണ്ട് ഓർമ്മയുണ്ടല്ലോ, ഇങ്ങനെ ചിക്ക് എന്ന് പറഞ്ഞ ഇങ്ങനെ പൊട്ടുന്ന സോഡ. ഇതിനകത്ത് ഫ്ലേവർ ഉണ്ട്, ചെറിയൊരു ഫ്ലേവർ ഉണ്ട് അല്ലേ? ഇവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വെള്ളത്തിലാണ് നിൽക്കുന്നത്. ഇവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം.
വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ അങ്ങ് പോകണ്ടേ? ഞങ്ങൾ വീട്ടുകൂർത്തി പോയാൽ പറ്റൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ബോട്ടിനകത്ത് പോകും, പോയിട്ട് തിരിച്ചു വരും. പോയി സാധിച്ചുകൊണ്ട് വരാനും അത്രേ പറ്റത്തുള്ളൂ. പെട്ടെന്നുള്ള ഇതൊക്കെ വരുമ്പോ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ട് അതും സ്ത്രീകൾക്കൊന്നും പറ്റുന്നില്ല. പക്ഷേ സ്ത്രീകളാണ് കൂടുതൽ കച്ചവടത്തിന്റെ അല്ലേ? ഓക്കെ, ഒരു ഭാഗം മാത്രമാണ് കണ്ടത്. അഷ്ടമുടിയുടെ വിശാലമായിട്ടുള്ള ഭാഗങ്ങൾ ഇതൊരു ഭാഗം മാത്രമാണ്. ഇനിയും വരാനായിട്ട് ഇങ്ങനെ ഖണ്ഡമായിട്ട് കിടക്കുക അല്ലേ? കുറെ നാളുകളായി ഇതിന്റെ വികസനം എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളത്. വന്നതിന് ശേഷം ഇതിന് വികസനം മാറ്റം ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ നോക്കൂ, കായൽപ്പരപ്പിൽ കായലിന്റെ ഏറ്റവും വലിയ, അതായത് ആഴമുള്ള കായലിന്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്നൊരു ഗോലി സോഡയൊക്കെ കുടിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഇതുണ്ടാക്കണം. എന്ന് വെച്ചാൽ മുഹമ്മദ് റിയാസ് എന്നുള്ള മന്ത്രി ഈ കൊല്ലത്തെ പരിഗണിച്ച് ഇത്രയും പ്രകൃതി രമണീയമായ ഈ അഷ്ടമുടിക്കായലിലുള്ള ഈ സാമ്പ്രാണിക്കൊടയെ വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചാൽ ഇന്ത്യയിലുള്ള നോർത്ത് ഇന്ത്യൻസ് ഈ കൊല്ലം സാമ്പ്രാണിക്കൊടിയിൽ ഇറങ്ങും. ഈ കൊല്ലത്തിന് അതിന് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ് ഇത്രയും പുരോഗമനം ഉണ്ടാകുന്നത്. നിങ്ങൾ എത്തിച്ചേരാൻ തന്നെ കാരണം അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷെ നോക്കൂ, നമ്മുടെ ആൾക്കാർ ഇവിടെ ഉണ്ട്. നമുക്ക് അവരുടെ അഭിപ്രായം ചോദിക്കണം. ഞാൻ തരാം. ഇത് കഴിക്കുമ്പോഴേക്കും തിരിച്ചു വരാം. ഓക്കെ, അവൻ പാട്ടുണ്ട്. ഒരു നിമിഷം. എന്താ പേര്? ഷീബ. എവിടുന്നാ വരുന്നത്? റാന്നിന്നാ. ചേച്ചി എവിടുന്നാ വരുന്നത്? ചേച്ചി എന്നല്ല, സോറി, അനിയത്തി എവിടുന്നാ വരുന്നത്? റാന്നി. എന്റെ പേര് കൊച്ചുമോള്. ഞാൻ റാന്നിന്നാ വരുന്നത്. ആണ്, റാന്നിന്നാ വരുന്നത് അല്ലേ? ഈ സാമ്പ്രാണി കൊടിയെ കൊണ്ട് കേട്ടിട്ട് വരിക. വന്നപ്പോ എങ്ങനെയുണ്ട്? വളരെ സന്തോഷം. ഭയങ്കര രസമല്ലേ? നല്ല രസമല്ലേ?